ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കോഴികൾക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വില കൂടിയ ഫുഡൊക്കെ ഇല്ലേ, നമ്മൾ ലെയർ മാഷ് പോലുള്ള ഫുഡൊക്കെ അല്ലേ കോഴികൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. വീട്ടിൽ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ചേർത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ ലാഭമാണ്, അതുപോലെ കോഴിക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ അതെ, ഞാൻ ഇന്ന് കോഴികൾക്കുള്ള ഫുഡാണ് ഇപ്പോൾ തയ്യാറാക്കി കൊടുത്തത്. ഇപ്പോൾ അത് നല്ല ആസ്വദിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവരെല്ലാവരും കഴിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് തുച്ഛമായ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് മുട്ടയിടുകയും ചെയ്യും. അതിനായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. തവിടാണ് എടുത്തു വെച്ചേക്കണത്. ഏതുതരം തവിടാണെങ്കിലും വിഷയമില്ല, ഗോതമ്പിൻ്റെയോ അരിൻ്റെ അങ്ങനെ എന്തിൻ്റെ ആണെങ്കിലും വിഷയമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തവിട് എടുത്ത് വെച്ച് 2 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.5 കപ്പായാലും മതി. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാണ് ചെമ്മീത്തല, ഉണക്ക ചെമ്മീത്തലയില്ലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഉണക്ക ചെമ്മീത്തല ഇല്ലാന്നുണ്ടെങ്കിലും ഉണക്ക ചെമ്മീനാണെങ്കിലും അതുപോലെ ഉണക്ക മീനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഉണക്ക മീനാണെങ്കിലും കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ഉണങ്ങിയ മീനോ ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലും, ഉണങ്ങിയ മീനാണ് കുറച്ചും കൂടി ബെറ്റർ. എനിക്ക് എന്നെ ഉണങ്ങിയ മീൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് തലകളും ചെമ്മീനെ കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. അത് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ചെമ്മീനാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. കുറച്ച് മീനൊക്കെ അതിനകത്ത് പെടാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെമ്മീനൊക്കെ ചെമ്മീൻ മേടിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടാവും, പൊടി മീനൊക്കെ ഉണ്ടാവും. അതുപോലെ പൊടി മീൻ എന്താണ് നിങ്ങൾക്ക് മീൻ എന്താണോ കിട്ടുന്നത്, ഉണക്ക മീനാണോ എന്താണോ കിട്ടുന്നത്, അത് കടയിൽ നിന്നൊക്കെ പൊരിക്കാൻ വേണ്ടി വാങ്ങിക്കുമല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ പൊടിച്ചെടുക്കാം. പിന്നെ അതെ, ഞാൻ ഗോതമ്പാണ് എടുത്തേക്കുന്നത്. ഗോതമ്പും ഞാനൊന്ന് മിക്സിയിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതേവഴി ഇടുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലെയർ മാഷ് എടുക്കുമ്പോൾ അത് ഗോതമ്പൊന്നും കാണാറില്ല. പക്ഷെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചെടുത്തില്ലെങ്കിലും അന്നേരം അത്യാവശ്യം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഗോതമ്പൊന്ന് പൊടിച്ചെടുത്തതും ചെമ്മീത്തല, പിന്നെ ഇത് ചോളമാണ്, മണിച്ചോളം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മണിച്ചോളം ഉള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മളെ ചോളം നുറുക്കാണിത്. ചോളം നുറുക്ക് ലെയറിൽ എന്തായാലും ഉണ്ടാവണ ഐറ്റമാണ്. അപ്പം അത് കിട്ടുന്നവർ വാങ്ങിച്ച് ചേർക്കാം. പിന്നെ വേണ്ടത് നമുക്കിത് നമ്മുടെ കാൽസ്യത്തിനായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് കണവനാക്ക്. പലർക്കും എന്താണെന്ന് അറിയില്ല. കണവ എന്നൊരു മീനിൻ്റെ ഒരു നാക്കാണ്, പക്ഷെ അത് ആമക്കണവ എന്ന് പറയും. നമ്മൾ സാധാരണ കറി വെക്കാൻ വാങ്ങിക്കുന്ന കണവ അല്ല കേട്ടോ. അതും കൂടി പൊടിച്ച് മിക്സ് ചെയ്യും. ഇപ്പം അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തൊണ്ടോ അല്ലെങ്കിൽ നീറ്റ് കക്കാൻ്റെ ഇതൊക്കെ എടുത്ത് പൊടിച്ചെടുക്കുക. കാൽസ്യത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഈ 3 ഐറ്റംസാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് കണവനാക്ക്, അല്ലെങ്കിൽ മുട്ടത്തൊണ്ട്, അല്ലെങ്കിൽ നീറ്റ് കക്കാൻ്റെ. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് പൊടിച്ച് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിയൊന്നും ഞാൻ ചേർക്കുന്നില്ല, വേറെ ഐറ്റംസൊന്നും ചേർക്കുന്നില്ല. ഞാൻ മെയിനായിട്ട് നമുക്ക് വേണ്ട കാൽസ്യത്തിന് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ചേർക്കണം. അതുപോലെ തന്നെ നമുക്ക് മീനിൻ്റെയോ എന്തിൻ്റെ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട. കോഴികൾക്കും തറയാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാൻ എടുക്കണം. ഇപ്പോൾ ഉണക്ക മീനാണെങ്കിലും നല്ലതാണ്. കൊഴുവായോ നന്ദൻ അങ്ങനെയൊക്കെ പല സാധനങ്ങളും നമ്മൾ കടയിൽ നിന്ന് ഉണങ്ങിയത് പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതെല്ലാം സ്ഥലർക്ക് വിൽക്കാനൊക്കെ കിട്ടും. അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പൊടിച്ച് എടുക്കാം. പിന്നെ അതേ ചോളനുറുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് ചോളനുറുക്കൊക്കെ ഓൾറെഡി പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ അതും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ സൈഡിലേക്കും എല്ലാം എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കയ്യിൽ ഞാൻ ചെമ്മീത്തലേൻ്റെ മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് കൈ ഇടുന്നില്ല, ഞാനൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാൽസ്യത്തിന് കാൽസ്യം ഉണ്ട്, അതിനെല്ലാം. അതുപോലെ മണിച്ചോളം എന്നൊക്കെ പറയണത് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ചേർക്കുക. നിങ്ങൾക്ക് എല്ലായിടത്തും അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടുന്നവരെല്ലാവരും അത് വാങ്ങിച്ച് ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. ഗോതമ്പൊക്കെ ആണെങ്കിലും റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണ ഗോതമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോലുള്ള ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ചോളം അത്യാവശ്യം എല്ലാ കടകളിലും ഉണ്ടെന്നാണ്
തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റ ചെലവ് നമുക്ക് കുറക്കാൻ പറ്റും. നമുക്ക് നല്ല മുട്ട നല്ല രീതിയിൽ തന്നെ മുട്ട കിട്ടുകയും ചെയ്യും. മറ്റേ ലെയർ മാഷ് ഉള്ളത് അതേപോലെ തന്നെ അത്രയും ക്വാളിറ്റി ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഇറക്കാൻ പറ്റില്ലെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണിത്. ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് മുട്ട കിട്ടുകയും ചെയ്യും. നല്ലൊരു ഫുഡ് തന്നെയാണ്. അവർ കോഴികളത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം മീനിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും തന്നെ അവർ നന്നായിട്ട് കഴിക്കും, നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കുകയും ചെയ്യും. നമുക്ക് ഡെയിലി മുട്ട കിട്ടത്തുകയും ചെയ്യും. നമുക്ക് എത്രയും വില കൂടുതൽ എല്ലാവരും ഈ പറഞ്ഞ ലെയർ മാഷൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നവരല്ല. പലരും ഇത് തവിടൊക്കെയാണ് കടയിൽ നിന്ന് വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഇങ്ങനെ കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്ന അതേ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടും. പിന്നെ പലരും പറയാറുണ്ട് മുട്ട കുറവാണ് കിട്ടുന്നതെന്ന്. മുട്ട കുറവെന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ കുറവ് മൂലം തന്നെയാണ് നമുക്ക് കോഴികൾക്ക് മുട്ട കുറവ് കിട്ടുന്നത്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും കോഴികൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ കാൽസ്യത്തിന് പറ്റിയത് എന്ത് ഫുഡ് കൊടുത്താലും അതിൻ്റെ കൂടെ കാൽസ്യത്തിൻ്റെ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ഗ്രോവിപ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കി കൊടുക്കാം. ഗ്രോവിപ്ലക്സ് ഒക്കെ ഒരു പൊന്നരാടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗ്രോവിപ്ലക്സും ഒക്കെ നമുക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ മുട്ട സ്ഥിരമായിട്ട് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ട് കഴിയും. ഇപ്പോൾ മഴക്കാലവും മഴയും വെയിലും ഒക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന സമയമാണ്. മഴ വരുമ്പോൾ ശക്തമായ മഴയും വെയിൽ വരുമ്പോൾ ശക്തമായ വെയിലും വരുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് കോഴികൾക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമുക്ക് അതുപോലെ നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോഴികളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത് എന്തെങ്കിലുമൊക്കെ തീറ്റയിട്ട് കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് സമയാസമയം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. കോഴി വളർത്തുന്നതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് മുട്ടകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ അതൊക്കെ ആരോഗ്യത്തോടെ നിൽക്കത്തുമില്ല, പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യും. പിന്നെ കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് നാടൻ കോഴികളെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങോട്ട് അസുഖങ്ങൾ വരില്ല. എന്നായിരുന്നാലും നമ്മൾ അവരെ അത്ര നല്ല രീതിയിൽ കെയർ ചെയ്യണം. അപ്പോൾ മുട്ടക്കോഴികൾ അതുപോലെയുള്ള കോഴികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരാനും തണുപ്പടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും മഴ ഇങ്ങനെ ശക്തമായിരിക്കും പെട്ടെന്ന് അസുഖങ്ങൾ തൂങ്ങൽ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെയുള്ള കോഴി വളർത്തുന്നവർ എത്രയും പേര് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം. കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ കോഴി ഇറച്ചിക്ക് വളർത്തുന്നവരൊക്കെ ആണെങ്കിലും ഇറച്ചിക്ക് വളർത്തുന്നവർ വളരെ കുറവായിരിക്കും. അതുപോലെ ചില നമ്മൾ വീട്ടമ്മമാർ കൂടുതലും വളർത്തുന്നത് മുട്ടക്ക് തന്നെയാണ്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടി കെയറായിട്ട് കോഴികളെ നോക്കിയാണ് വേണം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പേരൻസിനെ കാണിക്കുന്നില്ല എന്ന് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യണതിന് പേരൻസിനെ കാണിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ അടവെക്കുന്നില്ല കാണിച്ചമ്മ പഴയ വീട്ടിലൊക്കെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പോരാതെ നമ്മൾ ഇൻക്യുബേറ്ററിലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇൻക്യുബേറ്ററിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ശരിയാക്കുന്നത്. പിന്നെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടകൾ നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ നമ്മങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുട്ട തന്നെ കൊടുത്ത് നമുക്ക് തന്നെ കുഞ്ഞുങ്ങളെ കിട്ടുക, അത് കുറച്ചുകൂടി ബെറ്റർ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം കൂടി ഇവിടെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. നമ്മുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ടാണ്, നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മുട്ടകൾ അവർ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ കോഴികളെ തന്നെയാണ് അവർ നമുക്ക് തരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് നമുക്ക് കിട്ടുന്നതും. അതിനകത്ത് ഇപ്പോൾ അവർ എക്സ്ട്രാ വെക്കണമെങ്കിലും അവർ നല്ല ക്വാളിറ്റിയുള്ള നാടൻ മുട്ടകൾ മാത്രമേ വെക്കാറുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വലിയൊരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ റിപ്ലൈ പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പലരും എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നവരടുത്ത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഈ കോഴികൾ ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് തന്നെ കോഴികളെ വാങ്ങിക്കൊണ്ടുപോയി അവർ തന്നെ കൊത്തിച്ച് കുഞ്ഞുങ്ങളെ തരുന്ന അതും നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ വിശ്വസമായ രീതിയിൽ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.